ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീതയാണെങ്കിൽ രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും പറയാണ്. ഷേർലിനാണെങ്കിൽ വേറെ ഏതോ പയ്യനുമായിട്ട് റിലേഷൻ ഉണ്ട്, അതുമാത്രമല്ല ഇപ്പോൾ പ്രഗ്നന്റുമാണെന്ന് പറയുന്നു. രോഹിത്തിനാണെങ്കിൽ അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ശരിക്കും ഷോക്കാകുകയാണ്. പ്രീതയാണെങ്കിൽ നടന്ന കാര്യങ്ങളും അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ച കാര്യങ്ങളും ഒക്കെ പറയുകയാണ്. റാറ്റ് പോയിസൺ ആണെങ്കിൽ വീട്ടിൽ ഫംഗ്ഷൻ നടന്നപ്പം അതിട്ടത് ഷേർലിനാണെന്നും അതുമാത്രമല്ല റൂമിൽ വെച്ച് കാമുകനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടെന്നുമൊക്കെ പറയുന്നു. ഷേർലിനും കാമുകനുമായിട്ട് പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അവരെ ഡൗട്ട് അടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി ചെന്നെന്നും പക്ഷേ കാമുകന്റെ മുഖം മാത്രം വ്യക്തമല്ലെന്നുമൊക്കെ പറയുകയാണ്. രോഹിത് അപ്പോൾ ചോദിക്കുകയാണ്, ഷേർലിനാണെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന്. കിരൺ അപ്പോൾ പറയാണ്, അതെല്ലാം അവൾ പറയിപ്പിച്ചതാണ്. രാവിലെ ഡോക്ടർ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാമെന്നൊക്കെ പറയുന്നു. അതേസമയം ഷേർലിനും പൃഥ്വിയുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. രോഹിത് ആണെങ്കിൽ പ്രീതിയോടും കിരണിനോടും പറയുകയാണ്, ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ മാത്രം CID പണിയും ചെയ്തുകൊണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രീത ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അതിന് നന്ദിയുണ്ട്. കിരൺ എൻ്റെ അനിയനല്ലേ, എന്നിട്ട് എന്താണെന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാഞ്ഞത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. രോഹിത് പറയാണ്, ഇതിൽ എത്ര മാത്രം ശരിയുണ്ട് തെറ്റുണ്ട്, അതോ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണോ, ഒന്നും എനിക്കറിയത്തില്ല എന്ന്. രോഹിത് പറയാണ്, ഷേർലിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നിർത്തിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന്. രണ്ടുപേരോടും റൂമിൽ പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്ന് പോകുന്നു. പൃഥ്വിയാണെങ്കിൽ പ്രീതയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു. സൃഷ്ടിയാണ് ഫോൺ എടുക്കുന്നത്. പൃഥ്വിയാണെന്നറിഞ്ഞപ്പോൾ സൃഷ്ടിക്ക് ഒട്ടും സംസാരിക്കാൻ താല്പര്യം തോന്നുന്നില്ല. പ്രീതയുടെ അമ്മയാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ട് നീ കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് പൃഥ്വിയുമായിട്ട്. പൃഥ്വി പറയണം, നാളെ രാവിലെ എനിക്കും എൻ്റെ അമ്മയ്ക്കുമാണെങ്കിൽ ഒരമ്പലം വരെ പോകണമെന്നുണ്ട്, അവിടെ പ്രീതയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രീത വരാമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. പ്രീതയുടെ ഫോൺ കൊടുക്കാൻ പറയുന്നു. സർല അപ്പോൾ പറയാണ്, പ്രീത നല്ല ഉറക്കത്തിലാണെന്ന്. വീണ്ടും പൃഥ്വി നിർബന്ധിക്കുമ്പോൾ സർല പറയുകയാണ്, പ്രീത ഇവിടെ ഇല്ല എന്ന്. പൃഥ്വി അപ്പോൾ ചോദിക്കുകയാണ്, പ്രീത ആരുടെ കൂടെ പോയി? കിരണിൻ്റെ കൂടെ പോയതാണോ? എനിക്കറിയാം, അവൾ കിരണിൻ്റെ കൂടെ പോയതായിരിക്കും. നിങ്ങൾക്കറിയില്ലേ അവളെ അങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നു. സർല അപ്പോൾ പറയണം, അവൾ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് പോയത്. അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ മോൾ നല്ലവളാണെന്നൊക്കെ പറയുന്നു. നീ ഇപ്പോഴേ എൻ്റെ മകളെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാൽ വിവാഹം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. പൃഥ്വി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഭയമാണ് പ്രീതയെ നഷ്ടപ്പെടുമോ എന്ന്. പ്രീതയാണെങ്കിൽ എപ്പോഴും കിരണിൻ്റെ കൂടെയാണ്, രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെന്നാണ് പറയുന്നത്. ആദ്യം തുടക്കം അങ്ങനെയൊക്കെ ആയിരിക്കും. കിരൺ ആണെങ്കിൽ എപ്പോഴും എന്നെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് എന്നോട് അകൽച്ചയായാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പ്രീതയെ നഷ്ടപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. സർലയാണെങ്കിൽ പൃഥ്വിയോട് പറയണം, നീ കരയരുത്, ഉറപ്പായിട്ട് നിങ്ങളുടെ നിശ്ചയം ഞാനാണ് നടത്തിയത്, അതുകൊണ്ട് നിങ്ങളുടെ വിവാഹവും ഞാൻ തന്നെ നടത്തി തരുമെന്ന്. ഷേർലിനാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഈ നാടകമെന്ന്. പൃഥ്വി അപ്പോൾ പറയാണ്, എപ്പോഴെങ്കിലും കിരണും പ്രീതിയും ആണെങ്കിൽ എന്നെക്കുറിച്ച് പറയും, എന്നെ വേണ്ടാന്നും പറയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനോട് പറയുകയാണ്, പ്രീത ഇപ്പോൾ നമ്പ്യാർ ഹൗസിലുണ്ടെന്ന് സർല ആൻറ്റി തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രീതയെ തേടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്പ്യാർ ഫാമിലിയിലേക്ക് പോകാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ സഞ്ജുവിനെ രക്ഷിക്കാനുള്ള വഴി ഉണ്ടാക്കുമെന്നും പറയുകയാണ്. ഷേർലിനാണെങ്കിലും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നു. പൃഥ്വിയാണെങ്കിൽ തടയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിയും, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുന്നു. ാണെങ്കിൽ നമ്പ്യാർ കുടുംബത്തിലേക്ക് കയറുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സമീറിനെ കാണുന്നു. സമീർ കിടക്കുന്നത് കണ്ടിട്ട് ഒരു ടവലിലാണെങ്കിൽ മയക്കുമരുന്ന് വെച്ചിട്ട് സമീർ എഴുന്നേക്കാതിരിക്കാൻ മയക്കുകയാണ്. ശേഷം വെള്ളം എടുത്തിട്ട് സഞ്ജുവിൻ്റെ മുഖത്തൊഴിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. സഞ്ജു ആണെങ്കിൽ വഴക്കുണ്ടാക്കുകയാണ്, ഇത്രയും വെള്ളമാണോ മുഖത്തൊഴിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. പൃഥ്വി അപ്പോൾ പറയാണ്, എങ്കിൽ നീ ഇവിടെ തന്നെ കിടന്നു, ഞാൻ പോവുകയാണെന്ന്. സഞ്ജു അപ്പോൾ ചോദിക്കുകയാണ്, ഞാനിവിടെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, നിന്നെക്കുറിച്ചും പറയുമെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയൊന്നും പറയണ്ടായെങ്കിൽ നീ എന്നെ കെട്ടഴിച്ചു വിടാൻ പറയുകയാണ് സഞ്ജു. പൃഥ്വിയാണെങ്കിൽ സഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, നീ എന്തു വലിയ ജോക്കാണ് പറയുന്നത്? ഇതുപോലെയുള്ള ജോക്ക് പറഞ്ഞാൽ എല്ലാവരും ചിരിച്ചു മരിക്കുമെന്നൊക്കെ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്